بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد അൽജവാബ് ഹിസ്ബ് ക്ലാസ്സിലെ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠനത്തിന് ധാരാളം ആമുഖങ്ങൾ ഉണ്ട്. ഖുർആൻ പാരായണ പഠനത്തിനുള്ള ഒരു ചെറിയ ആമുഖത്തോടുകൂടി നമുക്ക് തുടങ്ങാം. വിശുദ്ധ ഖുർആനിലെ 2-3 വചനങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനിലെ തുടക്കത്തിൽ അൽ ബഖറയുടെ 121-ാമത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു ആയത്താണിത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട യഥാർത്ഥ രൂപത്തിൽ ഓതുന്നവരാണ് ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ. അതിൻ്റെ മറുവശം ഖുർആൻ കൊണ്ട് വിശ്വസിക്കാത്തവർ അവരാണ് പരാജിതർ എന്നതാണ് ഗൗരവമേറിയ ഒരു താക്കീത് കൂടിയാണിത്. കാരണം വിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുക എന്നത് ഈമാൻ കാലങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്കറിയാമല്ലോ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ കിതാബുകൾ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ മുർസലികളെ കൊണ്ട് വിശ്വസിക്കുക, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുക. ഇതാണല്ലോ ഇപ്പോൾ ഈമാനിൻ്റെ അടിസ്ഥാന കാര്യം. നമ്മളൊക്കെ മുഅ്മിനുകളാണെന്ന് നമ്മൾ പറയും, നമുക്കൊക്കെ ഈമാനുണ്ടെന്ന് പറയും. ശരിയായെന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ എന്താണ് ഈമാൻ? അള്ളാഹുവിൻ്റെ കിതാബുകളെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലേക്കുള്ള നല്ലൊരു സൂചനയാണ് അത് കൃത്യമായി പാരായണം ചെയ്യുന്നവരാണ് ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുന്നവർ. ഓതേണ്ട കിതാബുകൾ ഓതേണ്ട സമയത്ത് ഓതേണ്ട രൂപത്തിൽ ഒക്കെ ഓതണം. സമയവും സന്ദർഭവും നിയമങ്ങളും എല്ലാം പാലിച്ച്. ഈ കാലഘട്ടത്തിൽ ഓതാൻ പാടില്ലാത്തതുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് തന്നെയാണ്, പക്ഷെ അത് ദുർബലപ്പെടുത്തിയത് കൊണ്ട് അതിപ്പോൾ പാരായണം ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ളതുണ്ടോ? അതിന് അതിൻ്റേതായ നിയമങ്ങൾ ഉണ്ടാവും. ഈ രൂപത്തിൽ യത്ലൂനഹു ഹഖ്ഖ തിലാവതി വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു വചനമാണ്. ആ രൂപത്തിൽ വ്യക്തമായ നിയമങ്ങളൊക്കെ പാലിച്ച് പാരായണം ചെയ്യാൻ നമ്മൾക്ക് ശ്രമിക്കണം. എങ്കിലേ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈമാനിൻ്റെ കാര്യം തന്നെ സംശയത്തിലാണ് എന്നാണ് ഈ ആയത്തിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. രണ്ടാമത്തെ ഒരു ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. സാധാരണ നമ്മൾ ജുമുഅ സൂറത്തിൽ കേൾക്കാറുള്ളതാണ്.
هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സൂറത്തുൽ ജുമുഅയിൽ രണ്ടാമത്തെ ആയത്താണെങ്കിലും വേറെയും പല സ്ഥലങ്ങളിലും ഇതേ ആശയങ്ങൾ ഉണ്ട്. അഥവാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഡ്യൂട്ടി എന്താണെന്നാണ് ഇതിൽ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് നിയോഗിച്ചിട്ട് നബി തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ ഒന്നാമതായി നബി തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി. ഇതാണ് ഒന്ന്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ആളുകൾക്ക് ഓതിക്കൊടുക്കുക. രണ്ടാമത്തേതാണ് വയുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്യുക, സംസ്കരിക്കുക. പിന്നെയാണ് വയുഅല്ലിമുഹുമുൽ കിതാബ, കിതാബ് പഠിപ്പിച്ചു കൊടുക്കുക. വൽ ഹിക്മ, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ പിന്നീടാണ്. ഈ ഖുർആൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ മുൻപ് ഒന്നാമതായി പറയുന്നത് തിലാവത്ത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ ഡ്യൂട്ടിയായി നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലേ, ഖുർആൻ ഓതിക്കൊടുക്കുക. അങ്ങനെ തന്നെയാണല്ലോ ചെയ്തത്. സഹാബികൾ റസൂലുള്ളാഹി തങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്നു, അത് പഠിക്കുന്നു, അത് മറ്റുള്ളവരിലേക്ക് പകർത്തുന്നു. ഇതാണ് അവിടുത്തെ അനുചരന്മാരുടെയും അവിടുത്തെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരുടെയും ഡ്യൂട്ടി, ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ലല്ലോ. മൂന്നാമതായി ഒരു ആയത്ത് കൂടി ഓർമ്മപ്പെടുത്താം. അത് സൂറത്തുൽ മുസമ്മിലിലെ 4-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ വറത്തിലിൽ ഖുർആന തർത്തീലാ. അല്ലാഹുവിന്റെ ഒരു അമ്ർ, ഒരു കൽപ്പനയാണ്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, തർത്തീലായിട്ട് ഓതണം. മറ്റൊരായത്തിൽ വറത്തൽനാഹു തർത്തീല എന്നുകൂടിയുണ്ട്. നമ്മൾ തർത്തീലായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ടിനും ഉദ്ദേശാർത്ഥങ്ങൾ അല്പം വ്യത്യാസമുണ്ടെങ്കിലും തർത്തീൽ എന്ന പദം, അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം, അടിസ്ഥാനം, തജ്വീദ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ബൈളാവി റഹിമഹുല്ലാ മറ്റു പലരും തഫ്സീർ ചെയ്യുന്നത് അത്തർത്തീൽ തജ്വീദുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ് എന്നാണ്. തർത്തീലായിട്ട് പാരായണം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉദ്ദേശം തജ്വീദുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ നന്നാക്കുക, വ മഅരിഫത്തുൽ വുഖൂഫ്, വഖഫുകൾ അറിയുക, നിർത്തേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എവിടെയാണ്, അവിടെ നിർത്തേണ്ടത് എങ്ങനെയാണ്, അവിടെ നിർത്തിയാൽ പിന്നെ തുടങ്ങേണ്ടത് എവിടുന്നാണ്, എങ്ങനെയാണ്. ഇങ്ങനെ വിശദമായ വഖഫ് ഇബ്തിദാഇന്റെ പാഠം ഇൻഷാ അല്ലാഹ് പഠിക്കാം.
അതിനു മുമ്പ് അക്ഷരങ്ങളെക്കുറിച്ചുള്ള വിശദമായൊരു പഠനവും ആവശ്യമാണ്. ഇത് രണ്ടും കൂടിയാണ് തർത്തീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അൽ-ബഖറയിലെ ആയത്തും സൂറത്തുൽ ജുമുഅയിലെയും മറ്റുമൊക്കെയുള്ള ആയത്തും മുസ്സമ്മിലുള്ള ഈ ആയത്തും മൂന്നും കൂടി ചേർത്ത് മനസ്സിലാക്കി നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ തജ്വീദിൻ്റെ അനിവാര്യതയും അതിൻ്റെ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.